കൃഷ്ണ ഗുരുവായൂരപ്പ. അപ്പോൾ ഇന്ന് നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ നിലവിലത്തെ ചിന്തകൾ എന്താണെന്ന് നോക്കാം. ഇതൊരു ലവ് റീഡിംഗ് ആണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് എപ്പോൾ കണ്ടാലും അപ്പോഴത്തേക്ക് റെസൊണേറ്റ് ആവുന്ന ഒരു റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ എൻ്റെ ചാനലൊന്ന് കൂട്ടാക്കുക, എൻ്റെ വീഡിയോസൊക്കെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. തീർച്ചയായിട്ടും ഇതിനകത്തൊരു ടാറോട്ട് റീഡിംഗ് ആണ് കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മളൊരു ലവ് റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള എന്താണ് ചിന്തകളെന്ന് നോക്കാം. ഇതൊരു ലവ് റീഡിംഗ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണെന്ന് നോക്കാം. കുറച്ച് കാർഡുകൾ എടുത്ത് നോക്കാം. തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കായിട്ടൊരു തീരുമാനം എടുക്കാനായിട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി, മെച്യൂരിറ്റി. അതായത് തീർച്ചയായിട്ടും നേരത്തെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു സ്നേഹം, അതായത് അവരുടെ സ്നേഹമൊന്നും എക്സ്പ്രസ് ചെയ്തിട്ടില്ലായിരിക്കും നിങ്ങളുടെ അടുത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രണ്ട്സ് ആവാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പരസ്പരം ഒരുപാട് അടുത്ത് അറിയുന്നവരാണെങ്കിൽ പോലും അവരത്രത്തോളം നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹബന്ധത്തെ പറ്റിയൊന്നും അവർ എക്സ്പ്രസ് ചെയ്ത് കാണത്തില്ല. ഈ ഒരു സമയത്ത് അവർ തീർച്ചയായിട്ടും ഒരു പ്രണയത്തിനൊരു മെച്യൂരിറ്റി ലെവലും കൂടിയുണ്ട് തീർച്ചയായിട്ടും. അതായത് തീർച്ചയായിട്ടും അവർ പ്രണയബന്ധത്തിൻ്റെ എല്ലാം മനസ്സിലാക്കുകയാണ്. അതായത് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരതൊരു പക്വമായ ഒരു സ്നേഹമാണ്. സ്വന്തം വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് നിങ്ങളെ സ്നേഹിക്കുക. അതായത് സ്നേഹത്തിലൊരു ബഹുമാനം, ഒരു പരസ്പര ബഹുമാനം, ഒരു വിശ്വാസമൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഉടൻ വരുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ബന്ധത്തിൽ തീർച്ചയായിട്ടും ഒരു പരസ്പര ബഹുമാനം, ഒരു വിശ്വാസമൊക്കെ വരുന്നുണ്ട്. അടുത്ത് തീർച്ചയായിട്ടും അവരാഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ബന്ധം അടുത്ത സ്റ്റെപ്പിലേക്ക്, അതായത് ഒരു മാരേജിലേക്കൊക്കെ എത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അതായത് അവരൊരു ഇനിഷ്യേറ്റീവ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനൊരു തുടക്കം എടുക്കാനായിട്ടൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രണയബന്ധത്തിലെ മുൻകാല അനുഭവങ്ങളൊക്കെ മാറ്റി തീർച്ചയായിട്ടും ഒരു കൺവെൻഷണൽ മെത്തേഡൊക്കെ മാറ്റി തീർച്ചയായിട്ടും ഒരു പുതിയൊരു പെർസ്പെക്റ്റീവിലൂടെ അവർ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പഠിക്കുന്നുണ്ട്. ഈ ഒരു പ്രണയത്തിൻ്റെ ആഴം ഒരു പുതിയൊരു പെർസ്പെക്റ്റീവിലൂടെ അവർ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുള്ളതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി പ്രണയത്തിൽ കൂടുതൽ, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ കമ്മിറ്റഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളോടിപ്പോൾ വളരെ തീവ്രമായ പ്രണയമാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ ഓരോ സിരകളിൽ ഒക്കെ നിങ്ങളോടുള്ള ആ ഒരു പ്രണയത്തിനോടുള്ള, നിങ്ങളും നിങ്ങളുടെ പ്രണയത്തിനോടുള്ള ആ ഒരു വ്യക്തി അതൊരു എങ്ങനെയെങ്കിലും അതൊന്ന് സാധ്യമാക്കി എടുക്കണം, അങ്ങനെ ഒരു ചിന്തയാണ്. അവരുടെ മനസ്സിൽ മുഴുവൻ നിങ്ങളാണ്. അതുപോലെ തന്നെ നർച്ചറിങ് ലവ്, ഫ്ലറിഷിങ് ബോണ്ട്, ഇമോഷണൽ അബണ്ടൻസ്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഒക്കെ ആ ഒരു വ്യക്തി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി അത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ആ ഒരു വ്യക്തി നിങ്ങളെ അത്രത്തോളം ആഗ്രഹിക്കുന്നുള്ളതായിട്ടാണ് കാണുന്നത്. സെക്ഷൽ ഫീലിങ്സ് ഉണ്ട്, ഒരു ഒബ്സഷനുണ്ട്, ഒരു അട്രാക്ഷനുണ്ട്. അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു പെർഫെക്റ്റ് പാർട്ട്ണറായിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് അത്രത്തോളം സ്നേഹമൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും നോ കോണ്ടാക്റ്റ് ഒക്കെ അവസ്ഥയൊക്കെ ആണെങ്കിൽ അതൊക്കെ പറഞ്ഞ് നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരുപാട് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് മുൻപ് തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം. പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ആ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പുതിയ തുടക്കം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു പിണക്കത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു പുതിയ തുടക്കം ഈ ഒരു ബന്ധത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുമായിട്ടുള്ളൊരു ബന്ധത്തിൽ അവരൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണങ്ങിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരൊരു പുതിയ തുടക്കം നിങ്ങളുടെ ബന്ധത്തിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർ അത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നു അവരുടെ ജീവിതത്തിലേക്ക്. അതുപോലെ തന്നെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവരുടെ ചിന്തകളിലെ മൊത്തം നിങ്ങളാണ്. ഒരു സെക്ഷുവാലിറ്റിക്കൊക്കെ അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഡേ ഡ്രീമിങ് അബൌട്ട് ലവ്, ഹാവിങ് മെനി ഓപ്ഷൻസ് ഫോർ ഫൺ. അതായത് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും തീർച്ചയായിട്ടും. പക്ഷെ അവർ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ വൈൻഡപ്പ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ മൊത്തം നിങ്ങളാണ്.
അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധത്തിൽ ഒരുപാട് തടസ്സങ്ങൾ കാണും. അതായത് ആ ഒരു വ്യക്തി മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാവാം, അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാവാം. എന്നിരുന്നാൽ പോലും നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആയിട്ടുള്ള വ്യക്തികളാവാം. എന്നിരുന്നാലും ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങളെ അവരുടെ ലൈഫിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അവരെത്രത്തോളം തടസ്സമുണ്ടെങ്കിലും എത്രത്തോളം ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കാൻ, അതായത് അവരുടെ ഡിറ്റർമിനേഷനും വിൽ പവറും കൊണ്ട് അവരെ മറികടക്കുന്നതായിട്ടാണ്. കാര്യം അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ. ഏതൊക്കെ സാഹചര്യമായാലും എന്ത് സാഹചര്യമായാലും നിങ്ങളെ സ്വന്തമാക്കാൻ അവർക്ക് സാധിക്കുമെന്നവർക്കൊരു ഉത്തമ ബോധ്യമുണ്ട്. അതുപോലെ തന്നെ ഒരു റിലയബിൾ അപ്രോച്ചാണ് അവർ കൊടുക്കുന്നത് സ്നേഹത്തിന്. ഇതൊരു പതുക്കെ പൂവണിയുന്ന ഒരു കാര്യമായിരിക്കും. നിങ്ങളുടെ പ്രണയം അതിൻ്റെ ഒരു പരിപൂർണതയിലേക്ക്, ഒരു വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേരുന്ന പ്രണയമാണെങ്കിലും അതിനൊരു സ്ലോ മൂവിങ് ആയിരിക്കും. പക്ഷെ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു റിലയബിൾ അപ്രോച്ചാണ്, നിങ്ങളോടും നിങ്ങളുടെ പ്രണയത്തോടും. അതുപോലെ തന്നെ ആ ഒരു വ്യക്തി ദൈവത്തിന് ഇപ്പോൾ അഫർമേഷൻ അതുപോലെ മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണ്, നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എന്താണ്? തീർച്ചയായിട്ടും ഒരു വെഡ്ഡിങ് ആണ് നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് പ്രണയിക്കുന്നവർക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ്. അതുപോലെ തന്നെ അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രണയബന്ധത്തെപ്പറ്റി. സ്റ്റേബിളായിട്ടുള്ളൊരു പാർട്ട്ണറാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഒരു സെക്യൂർ ആൻഡ് സക്സസ്ഫുൾ പാർട്ട്ണറാണ് നിങ്ങളും ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ പ്രണയത്തിൻ്റെ മറ്റൊരു വശമായ തീർച്ചയായിട്ടും അവർ നിങ്ങളോടൊരു ഹെൽപ്പൊക്കെ ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് അവരിപ്പോൾ ഒരുപാട് വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും അവരെ നിങ്ങൾ ഹെൽപ്പൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ്. ഒരു സാമ്പത്തികമായിട്ടൊക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ഒരു ജോലി ഇല്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സമയം കൂടാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബോണ്ട് കൂടുതൽ ദൃഢമാകുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമാകുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും എന്ത് സാഹചര്യത്തെയും നേരിടാൻ ഈ ഒരു വ്യക്തി തയ്യാറെടുത്ത് കഴിഞ്ഞു. അതുപോലെ ഈ ഒരു ബന്ധം എന്തിലേക്ക് അവസാനിക്കുന്നതാണ്? തീർച്ചയായിട്ടും ഒരു വിവാഹത്തിലേക്കൊക്കെ എത്തിച്ചേരുന്ന ഒരു ബന്ധമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് പ്രതിസന്ധികളെയും അവഗണിച്ച് നിങ്ങളിലേക്ക് വരാനായിട്ട് ആ ഒരു വ്യക്തി തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ നെക്സ്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരിക, ഒരു മാരേജ് പ്രപ്പോസൽ, അതായത് വീട്ടുകാരുടെ സമ്മതത്തോടു കൂടിയുള്ള ഒരു മാരേജ്, നിങ്ങളുടെ ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ ഒരു മാരേജ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ബ്യൂട്ടിഫുൾ കാർഡ്സാണ്. ആ വ്യക്തിക്ക് തേർഡ് പാർട്ടി ഉണ്ടാവാം, പക്ഷേ ആ തേർഡ് പാർട്ടിയൊക്കെ അവർ വിട്ടകന്ന് നിങ്ങളിലേക്ക് വരുവാണ്. അത്രത്തോളം നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട്. അപ്പം വളരെ നല്ലൊരു റീഡിംഗ് ആയിരുന്നു ഇന്ന് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ എൻ്റെ ചാനലിൽ നിന്ന് കൂട്ടാക്കുക. അതുപോലെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞാനും. ഹരേ കൃഷ്ണ. അപ്പോൾ ഈ റീഡിംഗ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.